നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്വാറന്റൈൻ നിയമങ്ങൾ വീണ്ടും പുതുക്കി അബുദാബി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ വിവരങ്ങൾ നൽകണമെന്ന ഇന്ത്യൻ കോൺസുലേറ്റ്. തുക അടയ്ക്കാൻ എമിറേറ്റ്സ് പേ എന്ന പുതിയ സംവിധാനമൊരുക്കി എമിറേറ്റ്സ് എയർലൈൻസ്. ഇന്ധനവിലയിൽ ഇന്നും വർധനവ്. കേരളത്തിലൊട്ടാകെ പെട്രോൾ വില 100 കടന്നു. യുഎയിൽ നിന്ന് 1573 പേർക്ക് കൂടി കോവിഡ്, 5 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ക്വാറന്റൈൻ നിയമങ്ങൾ പുതുക്കി അബുദാബി. ഗ്രീൻ പട്ടികയിൽപ്പെടാത്ത ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്നവരുടെ ക്വാറന്റൈൻ കാലയളവാണ് ഇന്നു മുതൽ ദീർഘിപ്പിച്ചത്. ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയാണ് ക്വാറന്റൈൻ പരിഷ്കരിച്ചത്. വാക്സിൻ എടുക്കാത്തവർ 12 ദിവസവും വാക്സിൻ എടുത്തവർ 7 ദിവസവുമാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. നേരത്തെ ഇത് യഥാക്രമം 10-5 ദിവസങ്ങളായിരുന്നു. റെഡ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാക്സിൻ എടുത്തവർ 6-ാം ദിവസവും വാക്സിൻ എടുക്കാത്തവർ 11-ാം ദിവസവും PCR ടെസ്റ്റ് എടുക്കണം. 2 ഡോസ് വാക്സിൻ എടുത്ത് 28 ദിവസം കഴിഞ്ഞ സ്വദേശികൾക്കും വിദേശികൾക്കും നിയമം ബാധകമാണ്. വാക്സിൻ PCR ടെസ്റ്റ് വിവരങ്ങൾ അൽഹൊസൻ ആപ്പിലാണ് കാണിക്കേണ്ടത്. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഇല്ല. വിമാനത്താവളത്തിലെത്തിയാൽ PCR പരിശോധനയുണ്ടാകും. വാക്സിൻ എടുത്തവരാണെങ്കിൽ 6-ാം ദിവസവും വാക്സിൻ എടുക്കാത്തവർ 6-12 ദിവസങ്ങളിലുമാണ് PCR എടുക്കേണ്ടത്. റെഡ് രാജ്യക്കാർ ക്വാറന്റൈൻ കാലയളവിൽ സ്മാർട്ട് വാച്ച് ധരിക്കണം. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. കോവിഡ് തീവ്രത കൂടിയ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെ സർക്കാർ ക്വാറന്റൈനിലാണ് പ്രവേശിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അബുദാബി. എമിറേറ്റ്സ് എയർലൈൻസ് ടിക്കറ്റ് എടുക്കുന്നതിന് ഇനി ക്രെഡിറ്റ് കാർഡുകൾ ആവശ്യമില്ല. ബാങ്കുകളിൽ നിന്നും നേരിട്ട് തുക അടയ്ക്കാവുന്ന എമിറേറ്റ്സ് പേ എന്ന സംവിധാനമാണ് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പണമടയ്ക്കാൻ സൗകര്യമൊരുക്കുന്ന നൂതന സംവിധാനമാണ് എമിറേറ്റ്സ് പേ. ഇതുമൂലം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഈടാക്കുന്ന സേവന നിരക്കുകൾ ഒഴിവാക്കപ്പെടും എന്നതാണ് വിമാന കമ്പനിക്കും യാത്രക്കാരനും പ്രയോജനം നൽകുന്ന കാര്യം. അയാട്ടയുമായി സഹകരിച്ച് ഈ പേയ്മെന്റ് സംവിധാനം ഒരുക്കുന്ന ആദ്യ വിമാന കമ്പനിയായി മാറുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. കോവിഡ് കാലയളവിൽ മുൻപ് ആഗോള വ്യാപകമായ കണക്കുകൾ അനുസരിച്ച് $8 മില്യൺ വിമാന കമ്പനികൾ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് നൽകിയത്. യാത്രക്കാർക്ക് കൂടുതൽ സുഗമവും കുറഞ്ഞ നിരക്കും പണമടയ്ക്കുന്നതിന് കൂടുതൽ മാർഗങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് എമിറേറ്റ്സ് പേ സംവിധാനം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദുബായ്. ഗ്ലോബൽ പ്രവാസി റിക്ഷ പോർട്ടലിൽ പ്രവാസികൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് പ്രവാസികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനായി പോർട്ടൽ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രവാസികൾക്ക് നേരിട്ട് നിർദ്ദേശം നൽകുന്നതിന് മറ്റുമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പുതിയ പോർട്ടൽ ആരംഭിച്ചത്. ദുബൈയിലെയും വടക്കൻ എമിറേറ്റുകളിലെയുമുള്ള ഇന്ത്യക്കാരായ പ്രവാസികൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തുള്ള 31 ദശലക്ഷം പ്രവാസികളുമായി നേരിട്ട് സംവദിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പോർട്ടൽ സജ്ജീകരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഇന്ത്യൻ എംബസികൾ അടക്കമുള്ള പ്രതിനിധി കാര്യാലയങ്ങളുമായും പ്രവാസികളുമായും ത്രിമാന ആശയവിനിമയം പുതിയ പോർട്ടലിലൂടെ സാധ്യമാകും. ഇന്ത്യക്കാരുടെ കൃത്യമായ ഡാറ്റാബേസ് ഇതുമൂലം ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് ലഭിക്കുന്നതിനും സാധ്യമാകും. ഇന്ത്യക്കാരായ പ്രവാസികളുടെ കൃത്യമായ രേഖകളോ എണ്ണമോ ഗൾഫ് നാടുകളിലെ നയതന്ത്ര കാര്യാലയങ്ങളിൽ ഇപ്പോൾ ലഭ്യമല്ലാത്തത് കൃത്യമായ സേവനങ്ങൾ നൽകുന്നതിന് തടസ്സമാകാറുണ്ട്. കോവിഡ് പോലെയുള്ള ദുരന്ത സമയങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിനുമുള്ള യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകും. കോവിഡ് പോലെയുള്ള ദുരന്ത സമയങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ദുബായ്. കോവിഡ് ആഘാതത്തിൽ നടുവൊടിഞ്ഞ ജനത്തിന് ഇരുട്ടടി നൽകി കേരളത്തിൽ ഇന്നും ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഇതോടെ സംസ്ഥാനത്തൊട്ടാകെ പെട്രോളിന്റെ വില ലിറ്ററിന് 100 കടന്നു. ഡീസൽ വിലയും സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ്. പെട്രോൾ ലിറ്ററിന് 35 പൈസയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇന്ധനവില ഇന്നും കൂട്ടിയതോടെ സംസ്ഥാനമാകെ പെട്രോൾ വില 100 രൂപ കടന്നു. കൊച്ചിയിൽ ഇന്ന് പെട്രോളിന്റെ വില 100 രൂപ 8 പൈസയാണ്. തിരുവനന്തപുരത്ത് 101 രൂപ 84 പൈസയും കോഴിക്കോട് 100 രൂപ 33 പൈസയുമാണ് ഇന്ന് പെട്രോൾ വില. ഡീസൽ വില ഇന്ന് കൂട്ടിയിട്ടില്ലെങ്കിലും നിലവിൽ 95 രൂപയാണ് ശരാശരി വില.
ഇന്ധനവില വർധനവ് കേരളത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നതിനാൽ കോവിഡ് കാലയളവിൽ ജനം കൂടുതൽ നട്ടം തിരിയുമെന്ന് ഉറപ്പാണ്. സ്വകാര്യ വാഹനങ്ങളിൽ ഏറിയ പങ്കും പെട്രോൾ ഉപയോഗിച്ചുള്ളവയാണ്. ഇതോടെ ഇന്ധന വിലവർധന കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കും. ഇരുചക്ര വാഹനങ്ങൾ ഭൂരിഭാഗവും പെട്രോളാണ്. ഡീസൽ വില വർദ്ധിക്കുന്നത് ചരക്കുനീക്കത്തെയും പൊതുഗതാഗതത്തെയും ബാധിക്കും. കോവിഡിനെ തുടർന്നുള്ള കടുത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം. ഡീസലിന് വില കൂടുന്നതോടെ ഓട്ടോ ടാക്സി കൂലി വർധനവിനും കാരണമാകും. പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് കാരണമാകുമെന്ന് ഉറപ്പാണ്. കോവിഡിനെ പേടിച്ച് കൂടുതൽ ആളുകളും സ്വകാര്യ വാഹനങ്ങളിലേക്ക് യാത്ര മാറ്റിയപ്പോഴാണ് പെട്രോളിന്റെ 100 കടന്നുള്ള പ്രയാണം നടക്കുന്നത്. പെട്രോൾ വിലവർധനയ്ക്കെതിരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കാര്യമായ ഒരു എതിർപ്പുകളും ഉയരുന്നില്ല എന്നത് ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന വസ്തുതയായി മാറിയിരിക്കുന്നു. അബുദാബി 24/7. Lulu buy 2 get 1 free offer only till 25th July 2021. Lulu, where the world comes to shop safely. ആഗോള റീറ്റെയിൽ കമ്പനികളുടെ പട്ടികയിൽ അബുദാബി ആസ്ഥാനമായ ലുലു ഗ്രൂപ്പ് ഇടം നേടി. പ്രമുഖ ഓഡിറ്റിംഗ് സ്ഥാപനമായ ഡിലോയിറ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2021 വർഷത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് ലുലു ഗ്രൂപ്പ് ഇടം നേടിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ലുലു ഗ്രൂപ്പ്, മാജിദ് അൽ ഫുത്തൈം, കാരിഫോർ എന്നിവ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. അമേരിക്കൻ സ്ഥാപനങ്ങളായ വാൾമാർട്ട്, ആമസോൺ, കോസ്റ്റോ കോർപ്പറേഷൻ എന്നിവ പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ജർമ്മൻ കമ്പനിയായ ഷ്വാസ് ഗ്രൂപ്പാണ് 4ാമത്. അമേരിക്കയിൽ തന്നെയുള്ള ക്രോഗർ കമ്പനിയാണ് പട്ടികയിൽ 5ാമത്. 10 രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള ലുലു ഗ്രൂപ്പിന് റിപ്പോർട്ട് പ്രകാരമുള്ള വിറ്റുവരവ് $7.40 മില്യൺ. അതേസമയം 16 രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള മാജിദ് അൽ ഫുത്തൈമിന്റെ വിറ്റുവരവ് $7.65 മില്യൺ. ലോകത്ത് അതിവേഗം വളരുന്ന റീറ്റെയിൽ കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള റിലയൻസും ഇടം പിടിച്ചിട്ടുണ്ട്. കോവിഡിന്റെ വ്യാപനം ആഗോള വാണിജ്യ വ്യവസായങ്ങളെ മന്ദഗതിയിലാക്കുമ്പോൾ 4 കൊമേഴ്ഷ്യൽ സെന്ററുകളടക്കം 26 പുതിയ ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലു ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങൾ, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലായി ആരംഭിച്ചത്. ഇക്കാലയളവിൽ 3000-ലധികം പേർക്ക് പുതുതായി തൊഴിൽ ലഭ്യമാക്കാനും ലുലുവിന് കഴിഞ്ഞിട്ടുള്ളതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അബുദാബി 24/7. എക്സ്പ്യൂ പെർഫ്യൂമിന്റെ 2ാമത്തെ ബ്രാഞ്ച് ദുബായ് സത്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. സത്വ ബസ് സ്റ്റേഷന് എതിർവശത്താണ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ദുബായ് ടിക്ടോക്ക് താരങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ വൻ ശേഖരമാണ് ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. അബുദാബി മദീന സൈദ് ഷോപ്പിംഗ് സെന്ററിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന് മുൻവശത്താണ് എക്സ്പ്യൂ പെർഫ്യൂമിന്റെ ആദ്യ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. UAE-യിലെ എല്ലാ എമിറേറ്റുകളിലും എക്സ്പ്യൂ പെർഫ്യൂമിന്റെ ശാഖകൾ ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വൻപിച്ച ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ ജാഗ്രത പുലർത്തണമെന്ന് അബുദാബി പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇരകളെ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ വിളികൾ, പരസ്യങ്ങൾ, ഇമെയിലുകൾ എന്നിവയിലൂടെ സ്വന്തം വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് പോലീസ് അറിയിച്ചു. UAE-യിൽ ലൈസൻസ് ഉണ്ടെന്ന് അവകാശപ്പെട്ടാണ് കമ്പനികൾ എത്തുന്നത്. യാതൊരുവിധ സാമ്പത്തിക അടിത്തറയുമില്ലാതെ ഓൺലൈനിലൂടെ നടത്തുന്ന ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ഉറപ്പും ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നിക്ഷേപകർക്ക് സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങളുടെ പിൻബലമില്ലാതെയാണ് ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. റാസൽ ഖൈമയിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ഓഗസ്റ്റ് 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചതായി സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു. പൊതുസമ്മേളനങ്ങൾ, എക്സിബിഷൻ, കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നവർ കോവിഡ് വാക്സിൻ എടുത്തവരാണെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ 48 മണിക്കൂറിനകം എടുത്ത PCR പരിശോധനാ ഫലവും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. Lulu buy 2 get 1 free offer only till 25th July 2021. Lulu, where the world comes to shop safely.
അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ 40 കോടിയിലേറെ രൂപ സ്വന്തമാക്കി പ്രവാസി മലയാളിയും 9 സുഹൃത്തുക്കളും. ദുബായിൽ ഡ്രൈവറായ കൊല്ലം സ്വദേശി രഞ്ജിത്ത് സോമരാജന്റെ പേരിലെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. 3 വർഷമായി രഞ്ജിത്ത് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനാണ് ആലോചനയെന്നും രഞ്ജിത്ത് പറഞ്ഞു. ദുബായിൽ ജോലി ചെയ്യുന്ന നേപ്പാൾ, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ സ്വദേശികളായ 9 പേർക്കാണ് രഞ്ജിത്തിനൊപ്പം സമ്മാനമടിച്ചത്. എല്ലാവരും 100 ദിർഹം വീതം പങ്കിട്ടാണ് ടിക്കറ്റ് വാങ്ങിയത്. അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ പുതിയതായി നിർമ്മിച്ച ആധുനിക രീതിയിലുള്ള ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം അബുദാബി ആദം ആൻഡ് ഈവ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്റർ ഓപ്പറേഷൻ മാനേജർ അനന്തു നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടത്തിയ ലളിതമായ ഉദ്ഘാടന ചടങ്ങിൽ കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് VP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗം AK ബീരാൻകുട്ടി, കേരള സോഷ്യൽ സെന്റർ മുൻ പ്രസിഡന്റ് P പത്മനാഭൻ, ശക്തി തിയേറ്റേഴ്സ് ആക്ടിംഗ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരി, ആദം ആൻഡ് ഈവ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്റർ ക്ലിനിക് മാനേജർ ജിജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1573 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 1527 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,39,366 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് നിമിത്തം 5 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1839 ഉയർന്നിട്ടുണ്ട്. 19,916 ആക്റ്റീവ് കേസുകളാണ് UAE നിലവിലുള്ളത്. കേരളത്തിൽ ഇന്നത്തെ കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ. കേരളത്തിലെ ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒരാഴ്ച കൂടി നീണ്ടേക്കും. സംസ്ഥാനത്ത് പൊതുവിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള വടക്കൻ ജില്ലകളിലും പ്രത്യേകിച്ചും പരിശോധനകൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെല്ലാം ഇളവുകൾ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർമാരുടെ യോഗം മുഖ്യമന്ത്രി നാളെ വിളിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 3:30-ക്കുള്ള യോഗശേഷം വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിലാവും ലോക്ക്ഡൌൺ നിയന്ത്രണം എങ്ങനെയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുക. നടനും കൊല്ലം MLAയുമായ മുകേഷ് വിദ്യാർത്ഥിയോട് ഫോണിലൂടെ കയർത്ത് സംസാരിച്ചതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ നിന്ന് തടിയൂരി CPM. വിഷയം സാമൂഹിക മാധ്യമങ്ങളും രാഷ്ട്രീയമായി കോൺഗ്രസും ഏറ്റെടുത്തതോടെ പന്തിയിൽ നിന്ന് കണ്ടാണ് പാർട്ടിയുടെ ഇടപെടൽ. കഴിഞ്ഞ ദിവസമാണ് മുകേഷും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവും തമ്മിലുള്ള ഫോൺ കോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്ത് സഹായത്തിനാണ് വിളിച്ചത് എന്ന് അന്വേഷിക്കാതെ കുട്ടിയോട് കയർത്ത മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഇതേ തുടർന്നാണ് മുകേഷ് ഞായറാഴ്ച വൈകിട്ടോടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തിയത്. സുഹൃത്തുക്കളുടെ പഠന സൗകര്യത്തിനായാണ് മുകേഷ് MLAയെ വിളിച്ചത് എന്ന് ഒറ്റപ്പാലം മീറ്റ്ന സ്വദേശിയായ 10ാം ക്ലാസ്സുകാരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സിനിമാ നടൻ കൂടിയായതിനാൽ സഹായിക്കുമെന്ന് കരുതി താൻ 6 തവണ വിളിച്ചതുകൊണ്ടുകൂടിയാകും MLAയ്ക്ക് ദേഷ്യം വന്നത് എന്നും മുകേഷ് പരാതി നൽകേണ്ടെന്നും പ്രശ്നം തീർക്കാമെന്നും കുട്ടി പറഞ്ഞു. പ്രശ്നം പരിഹരിച്ചെന്ന് സ്ഥലത്തെത്തിയ ഒറ്റപ്പാലം മുൻ MLA M ഹംസ വ്യക്തമാക്കി. എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾ CPM പ്രവർത്തകരാണ്. കുട്ടി ബാലസംഘം പ്രവർത്തകനും. അതിനാൽ തന്നെ ഇനി ഗൂഢാലോചനയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നും M ഹംസ വ്യക്തമാക്കി. 2020-21 വിദ്യാഭ്യാസ വർഷത്തെ ഗ്രേസ് മാർക്ക് നിഷേധിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. 2020-21 വിദ്യാഭ്യാസ വർഷം ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വരെ സർക്കാർ ഉത്തരവിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം. NCCയും സ്കൗട്ടിന്റെയും ഭാഗമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾക്ക് പോലും ഗ്രേസ് മാർക്ക് നിഷേധിച്ചുവെന്നാണ് ഹർജിക്കാരന്റെ വാദം. കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി ഹസീഫ് റഹ്മാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ നയം അംഗീകരിക്കാത്ത എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നത് സർക്കാർ നിർത്തണമെന്ന് സുപ്രീംകോടതി. സർക്കാർ ശമ്പളം നൽകുമ്പോൾ സർക്കാർ നയം എയ്ഡഡ് സ്ഥാപനങ്ങൾ അംഗീകരിക്കണം. ഭിന്നശേഷിക്കാർക്ക് ജോലിയിൽ സംവരണം നൽകാനുള്ള ഉത്തരവ് ചോദ്യം ചെയ്തതിനാണ് വിമർശനം. NSSും കാത്തോലിക് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യവുമാണ് കോടതിയെ സമീപിച്ചത്. ഭിന്നശേഷിക്കാർക്ക് സംവരണം ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. മറ്റുള്ളവർ തീക്കുണ്ടം കത്തിക്കുമ്പോൾ ഒരു ഓലച്ചൂട്ടെങ്കിലും കത്തിക്കാൻ സാധിക്കുമോ എന്ന CPMന്റെ ശ്രമമാണ് തനിക്കെതിരായ വിജിലൻസ് പരിശോധനയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. പരാതിക്കാരനായ പ്രശാന്ത് ബാബു തന്റെ ഡ്രൈവറോ DCC ഓഫീസ് സെക്രട്ടറിയോ ആയിരുന്നില്ല. തന്നെ അപായപ്പെടുത്താനുള്ള CPM നീക്കത്തിന് സഹായം ചെയ്തതിന്റെ പേരിൽ 2013 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്.
50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് സഹകരണ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്. അല്പം വിശ്വാസ്യതയുള്ള ആളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ CPM ശ്രമിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. വിഭാഗീയത രൂക്ഷമായ INL പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പ്രസിഡന്റ് അബ്ദുൽ വഹാബിനോടും സെക്രട്ടറി കാസിം ഇരിക്കൂറിനോടും ബുധനാഴ്ച തിരുവനന്തപുരത്തെത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ചേരിപ്പോരിന് പുറമെ കോഴ ആരോപണവും മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ CPM പരാതിപ്പെട്ടതുമാണ് ഇടപെടലിന് കാരണം. കിറ്റെക്സ് വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കണം എന്നതിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനാകാതെ UDF. കിറ്റെക്സിന് പിന്തുണയുമായി K മുരളീധരൻ രംഗത്ത് വന്നപ്പോൾ എങ്ങനെയും കമ്പനി നടത്തിക്കൊണ്ടുപോകാമെന്ന് കരുതരുത് എന്നായിരുന്നു ബെന്നി ബെഹനാന്റെ പ്രതികരണം. വിഷയത്തിൽ ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ ആയിട്ടില്ല. വിഷയം വിശദമായി പഠിച്ച് നിലപാട് വ്യക്തമാക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. TP കേസ് പ്രതികൾ സംരക്ഷണം നൽകുമെന്ന് അർജുൻ ആയങ്കി പറഞ്ഞതായി കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഷഫീഖ്. ജയിലിൽ വധഭീഷണി നേരിട്ടെന്നും ഷഫീഖ് കോടതിയെ അറിയിച്ചു. പരാതി എഴുതി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊടുവള്ളി സംഘത്തിൽ നിന്ന് കൊടിസുനിയുടെയും ഷാഫിയുടെയും സംഘം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയെന്ന് ഷഫീഖ് കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ചെറുപ്പുളശ്ശേരി സംഘം ജയിലിൽ ഭീഷണിപ്പെടുത്തിയെന്ന് ഷഫീഖ് മൊഴി നൽകിയതായും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. മഞ്ചേരി സബ് ജയിലിൽ വെച്ചായിരുന്നു ഭീഷണിപ്പെടുത്തിയ ആളുടെ ഫോട്ടോയും ഷഫീഖ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Lulu buy 2 get 1 free offer only till 25th July 2021. Lulu, where the world comes to shop safely. UAE ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Radix Media Event Management Abu Dhabi. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Radix Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Radix Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.radixmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാറന്റൈൻ നിയമങ്ങൾ വീണ്ടും പുതുക്കി അബുദാബി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ വിവരങ്ങൾ നൽകണമെന്ന ഇന്ത്യൻ കോൺസുലേറ്റ്. തുക അടയ്ക്കാൻ എമിറേറ്റ്സ് പേ എന്ന പുതിയ സംവിധാനമൊരുക്കി എമിറേറ്റ്സ് എയർലൈൻസ്. ഇന്ധനവിലയിൽ ഇന്നും വർധനവ്. കേരളത്തിലൊട്ടാകെ പെട്രോൾ വില 100 കടന്നു. UAE-ൽ നിന്ന് 1573 പേർക്ക് കൂടി കോവിഡ്, 5 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.